അസ്സലാമലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്താണ്, ഇന്ന് നോമ്പ് മൂന്നാമത്തതാണ്. ഇനി നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ എന്താണ്, നല്ല മഴക്കാറ് പോലും ഉണ്ട് പുറത്ത്, അന്തരീക്ഷമൊക്കെ ചെറിയ രീതിയിൽ കാറ്റൊക്കെ ഉണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടോന്ന് പറയണം കേട്ടോ. ഇന്നലെ നമുക്കൊരു ചെറിയ മഴക്കാറ് പോലെ ഉണ്ടായിരുന്നു രാത്രി, പക്ഷെ നമ്മുടെ ചൂടിളക്കിയതേ ഉള്ളൂ. ഒന്നും കൂടെ രാത്രി ഒട്ടും ഉറങ്ങാൻ പറ്റാത്ത അത്ര ചൂടായിരുന്നു. അപ്പം നോമ്പായിട്ട് അൽഹംദുലില്ലാ എന്നാലും വലിയ തളർച്ചയൊന്നും ഇല്ലാതെ പോകുന്നു. എനിക്കിങ്ങനെ ഫേസ് ടു ഫേസ് ഇങ്ങനെ ഇത് ഇൻട്രോ എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് ഒരു ചളിപ്പ് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഇനി സ്ഥിരമായിട്ട് വരുമ്പോഴത്തേക്കും റെഡിയാവും. ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്നാണ് നോക്കുന്നത്. നമുക്കിന്ന് സ്പെഷ്യലായിട്ട് ഞാൻ കരുതുന്നത് പൂരിയും ഇത് കിഴങ്ങ് പപ്പാസും വെക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ കിഴങ്ങൊക്കെ ഞാൻ അതിനുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ വേറൊരു സാധനം കാണിച്ചിട്ടാ, നമ്മുടെ വാതിക്കെ വീഴുന്ന മാങ്ങ കേട്ടോ. നമ്മുടെ വാതിക്കെ മാവ് നിൽപ്പുണ്ട്. അപ്പൊ അതിൽ നിന്ന് പിടിച്ച് 2 ദിവസമായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു വീണതും ഒക്കെ ഞാൻ ഇങ്ങനെ പിറക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് അച്ചാറിടണം. നീസുമോള് കാണാതെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കും. ഞാൻ കുറച്ച് ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സൂചി കാച്ചി വെച്ചിട്ടുണ്ട്. ഇത് ഞാനങ്ങനെ നോമ്പൊരു സൂചി കാച്ചാറില്ല. നീസുമോള് ഫുഡൊന്നും കൊടുത്തിട്ട് കഴിക്കുന്നില്ല. അങ്ങനെ അവൾക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പൊ അതിനോടത്തന്നെ എല്ലാവർക്കും കൂടി വെച്ച് സൂചി കാച്ചിയേക്കാണ്. അങ്ങനെ സൂചിയൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചാൽ മതി. എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ഇച്ചാപ്പി, പണ്ടൊക്കെ നോമ്പ് പിടിച്ച ഒരു പാടുമില്ല, ഉമ്മമാരുണ്ടാക്കി തരും. നമ്മൾ ഏതെങ്കിലും ഒരു മൂലക്ക് കിടന്നാൽ മതി അല്ലേ. നോമ്പ് തുറക്കാൻ ടൈം ആകുമ്പോൾ നമ്മളിങ്ങനെ ക്ലോക്ക് നോക്കി ഇരുന്നിട്ട് സമയമാകുമ്പോൾ പോയിരുന്ന് എല്ലാം ഉണ്ടാക്കുന്ന കഴിക്കുക. ഇപ്പൊ നോക്കി ഞാൻ ഇന്നലെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് കിടന്നപ്പം 2 മണി ആകാറായിട്ടുണ്ട്. കിടന്നു കഴിഞ്ഞ് പിന്നെ ഇടയത്താഴത്തിന് എണീക്കാൻ വലിയ സമയമൊന്നും വേണ്ടല്ലോ. എനിക്ക് ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നില്ല, തലവേദന വരുന്നുണ്ട്. മെയിനായിട്ട് അതൊക്കെയാണ് ഞാൻ വീഡിയോ ഇടാൻ മടിച്ചു പോകുന്ന കാര്യം. പള്ളിയിലെ കഞ്ഞി വാങ്ങിക്കാൻ പോണ്ടേ? ഉറങ്ങല്ലേ? ഉച്ചാപ്പിക്ക് ഉറക്കമൊന്നും തുടങ്ങിയുണ്ടോ? നേരത്തെ ഇപ്പൊ ഉറങ്ങുന്ന നല്ലത്. സന്ധ്യ ആകുമ്പോ ഇല്ലേ കിടന്ന് ഉറങ്ങിക്കളയും. നേസുവിന്റെ അല്ല പറഞ്ഞ, ആരെന്ത് പറഞ്ഞാലും എനിക്ക് ചെവി കൊടുക്കാൻ നിൽക്കും എന്റെ നേസുമോള്. ഒരു ഹായ് കൊടുത്തേ. മുടി അല്ലേ കാക്കയും പൂച്ചയൊന്നും ഇല്ല, വെറുതെ സോപ്പിടണ്ടല്ലോ. എന്തായാലും പൂരി ഇപ്പോഴും ഉണ്ടാക്കണ്ട, വാങ്കൊക്കെ വിളിച്ച് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി. ചൂടോടെ കഴിക്കുമ്പോൾ അല്ലേ പൂരി കഴിക്കാൻ ടേസ്റ്റ്. ഇല്ലെങ്കിൽ തണുത്തൊരുമാതിരി താന്ന് കിടക്കും. ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കി ബജ്ജിമുളക് ഇരിപ്പുണ്ട് കേട്ടോ, കുറച്ചധികം. ഇത്രയുണ്ട്. എല്ലാം കൂടെ പൊരിക്കത്തില്ല, നല്ല ആവശ്യത്തിനുള്ളത് പൊരിച്ചെടുക്കാം. എൻ്റെ ഇത് പെരിഞ്ചീരപ്പൊടിയും കായപ്പൊടിയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ മുളക് പൊടിയും മസാലപ്പൊടിയുമാണ് ചേർക്കുന്നത്. ഉപ്പ് ചേർക്കണം കേട്ടോ, മറക്കരുത്. കടലമാവും മൈദയും ചേർത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. ഇന്നലെ ഞാൻ പൊരിച്ചപ്പോൾ കടലമാവ് മാത്രമായിരുന്നു, അപ്പം മൈദ പൊട്ടിച്ചില്ല. ഇന്ന് പൂരിക്ക് പൊട്ടിച്ചത് കൊണ്ട് അതിൻ്റെ കൂടെ എടുത്തന്നേ ഉള്ളൂ. എണ്ണ നല്ല ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇത് ചെയ്യുവാണെങ്കിൽ എളുപ്പമാകും. ഇത്രയും ചെയ്തിട്ട് വേണമെങ്കിൽ ബാക്കി ചെയ്യാം അല്ലേ. എന്തൊരു വലുപ്പമൊന്നും നോക്കി ഇതിൻ്റെ.
ബജി പൊരിച്ചതിൻ്റെ ബാക്കി മാവുണ്ടായിരുന്നതിൽ ഞാൻ കുറച്ച് സവാള കൂടെ അരിഞ്ഞൊരു കുഞ്ഞി ഉള്ളിയോടെ ആക്കിയെടുത്ത് മാവ് അത്രയും പിന്നെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്നോർത്ത്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കേൾക്കുന്ന ഓരോ അവശബ്ദങ്ങൾ നെയ്സുമോളുടേതാണ്. ഞാൻ എപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനിരുന്നാലും അവൾ എൻ്റെ കൂടെ കാണും. അങ്ങനെ വാങ്ക് വിളിക്കാനൊക്കെ ടൈമായി വരുന്നു. ലാസ്റ്റേ ഞാൻ വെള്ളം കലക്കത്തുള്ളൂ. അങ്ങനെ വെള്ളം കലക്കലോടുകൂടി അടുക്കള പരിപാടി ക്ലോസ് ആയിട്ടുണ്ട്. ഇനി അടുക്കളയൊന്ന് തുടച്ച് തുണിയും വിരിച്ചിട്ട് എൻ്റെ പണി കഴിഞ്ഞ്. വീഡിയോ ഓണാക്കി വെച്ചിട്ട് പോയി. ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇച്ചാപ്പിയുടെയും നെയ്സിൻ്റെയൊക്കെ നവരസങ്ങൾ ഓരോന്നായിട്ട് കാണുന്നത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച്. ഇക്ക തറാവീന് പോയിട്ട് താമസിച്ചാണ് വന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും കിടന്നയുടെ താഴത്തിനുള്ള ഫുഡൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ടാറ്റാ.